എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കൂട്ടുകറിയാണ്. സദ്യയിലെ ഒരു പ്രധാന വിഭവം തന്നെയാണ് കൂട്ടുകറി. ആദ്യമായി 1/2 കപ്പ് കടല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിക്കാൻ വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് പച്ചക്കറി വേവിക്കാം. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് 1 കപ്പ് കായ, 1 കപ്പ് വെള്ളരിക്ക അല്ലെങ്കിൽ കുമ്പളങ്ങ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് വേപ്പില, ഇത്രയും ചേർത്ത് 1 കപ്പ് വെള്ളവും ചേർത്ത് നമുക്ക് നല്ലപോലെ ഇളക്കി അത് വേവിക്കാൻ വയ്ക്കാം. അത് മൂടി വെച്ച ശേഷം നമുക്ക് തേങ്ങ വറുത്തെടുക്കാനുണ്ട്. അതിനായി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിക്കുക. കുറച്ച് കടുക്, 1 ടീസ്പൂൺ ചെറുജീരകം, കുറച്ച് വേപ്പിൻ്റെ ഇല, 2 വറ്റൽമുളക് കീറിയത്. എന്നിട്ട് ചിരകിയ തേങ്ങ 1/2 കപ്പോളം ചേർക്കുക. 1/2 2 കപ്പ് ചേർക്കുക. എന്നിട്ട് നല്ലപോലെ വറുത്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ പച്ചക്കറി ഒരുവിധം വേവായിട്ടുണ്ട്. അധികമായിട്ടുള്ള വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കാം. തേങ്ങ കുറച്ച് വറുത്ത് വരുമ്പോൾ അതിൽ 1/3 ഭാഗം എടുത്ത് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. ബാക്കിയുള്ള തേങ്ങയിൽ കുറച്ച് കുരുമുളക് പൊടിയിട്ട് ഒന്നുകൂടെ വറുത്തെടുക്കുക. നമ്മുടെ വെള്ളം അത്യാവശ്യം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർക്കുക. ഒപ്പം നമ്മൾ അരച്ച് വെച്ച തേങ്ങ ചേർക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചതും ബാക്കി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർക്കുക. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ നമ്മളുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. ഇത്രയും എളുപ്പമായിട്ട് നമുക്ക് കൂട്ടുകറി ഉണ്ടാക്കാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.